ഞാൻ മുമ്പ് ലൈവിലൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, ഈ ഗൈഡഡ് മെഡിറ്റേഷൻ പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യരുതെന്ന് ഞാൻ പറയും. നോക്കൂ, നമ്മുടെ അവയർനെസ്സിൻ്റെ ഒരു വാസ്റ്റ്നെസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ആ അവയർനെസ്സിൻ്റെ വാസ്റ്റ്നെസ് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാവണം. അത് ഒരിക്കലും സ്ഥിരമായി ഒരു ഫോർമൽ മെഡിറ്റേഷനായി ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. എനിവേ, എവിടെയെങ്കിലും റിലാക്സ് ആയിട്ടിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, പ്രിഫറബിളി കണ്ണടച്ചും കണ്ണ് തുറന്നുമൊക്കെ ഇരിക്കുക, നിങ്ങളുടെ ഇഷ്ടം. ഏറ്റവും കംഫർട്ടായ പൊസിഷനിലിരിക്കുക. അത് പത്മാസനത്തിൽ തന്നെ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇരുന്നിട്ട് പയ്യെ ശ്വാസം എടുത്ത് വിടുക 3 തവണ. നമ്മുടെ ഹാർട്ടിൻ്റെ സെൻറ്ററിൽ, ഹാർട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന ഓർഗനെ പറ്റിയല്ല പറയുന്നത്. പ്രിഫറബിളി നമ്മുടെ ചെസ്റ്റിൻ്റെ ഏറ്റവും നടുക്കത്തെ പൊസിഷനിൽ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ ആ നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്തിൽ അവെയർ ആയാൽ മതി. ഒരു ശ്രദ്ധ, അത് മാത്രം മതി. അവിടെ ആ ശ്രദ്ധ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു അവെയർനെസ്സായി, ഒരറിവായി അവിടെ ആ ശ്രദ്ധ അങ്ങനെ നിൽക്കട്ടെ. അവിടെ നിൽക്കുന്ന ശ്രദ്ധയ്ക്ക് വേണമെങ്കിൽ ഒരു തീയുടെ രൂപമോ നിറമോ കൊടുക്കുന്നതിൽ തെറ്റില്ല. പയ്യെ ആ അവെയർനെസ്സിനെ, ആ നെഞ്ചിൻ്റെ മധ്യഭാഗത്തുള്ള ശ്രദ്ധയെ ശരീരം മൊത്തം വ്യാപിപ്പിക്കുക. ശരീരത്തിൽ മൊത്തമായ അവെയർനെസ് നിൽക്കുന്നത്, ശരീരത്തിൽ മൊത്തം അറിവായി ശരീരത്തെ അറിയുന്ന അറിവ് നിൽക്കുന്നത് ഫീൽ ചെയ്യുക. അതങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ പയ്യെ ശ്വാസം എടുത്ത് വിടുക 3 തവണ. ഇനി പയ്യെ ആ അവെയർനെസ്സിനെ വീണ്ടും ശരീരത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുക. ശരീരത്തിൽ നിന്ന് ആ അവെയർനെസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളിരിക്കുന്ന മുറിയുടെ ചുറ്റാകെ പടർത്തുക. ഇപ്പം നിങ്ങളുടെ അവെയർനെസ്സിൽ നിങ്ങളുടെ ശരീരമുണ്ട്, നിങ്ങളുടെ ഇരിക്കുന്ന മുറിയും പൂർണ്ണമായുണ്ട്. ആ മുറിയിലുള്ള എല്ലാ വസ്തുക്കളും, നിങ്ങളുടെ ശരീരവും, നിങ്ങളുടെ ഈ മനസ്സ് പോലും ആ അവെയർനെസ്സിൻ്റെ ഉള്ളിലാണ്, ആ ബോധത്തിൻ്റെ, ആ അറിവിൻ്റെ ഉള്ളിലാണ്.
നിങ്ങളുടെ മുഴുവൻ മുറിയുടെ ഉള്ളിലുമായി ആ അവയർനെസ്സിനെ തളം കെട്ടി നിർത്തുക. നിങ്ങളുടെ ശരീരത്തെയും ആ മുറിയെ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടും ആ അവയർനെസ്, ആ അറിവ് വിശ്രമിക്കട്ടെ അവിടെ. വീണ്ടും ആ അറിവിനെ പൂർണ്ണമായി നിങ്ങളുടെ മുറിയിൽ നിന്നും എക്സ്പാൻഡ് ചെയ്ത് വികസിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുക. നിങ്ങളിരിക്കുന്ന ബിൽഡിംഗ്, അത് വീടാവാം, ഫ്ലാറ്റാവാം, മറ്റെന്തെങ്കിലും കെട്ടിടമാവാം, അതിനെ പൂർണ്ണമായും കവർ ചെയ്യുന്ന വിധത്തിൽ, അതിനെ പൂർണ്ണമായും ഉൾപ്പെടുത്തുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ അവയർനെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുക. അവയർനെസ് പൂർണ്ണമായി എക്സ്പാൻഡ് ചെയ്ത് ആ ഒരു ബിൽഡിങ്ങിന് പുറത്തെത്തുന്നത് വരെ എത്തിച്ച് നിർത്തുക. ഇപ്പം നിങ്ങളുടെ അവയർനെസ്സിനകത്ത് നിങ്ങളുടെ ശരീരമുണ്ട്, മുറിയുണ്ട്, നിങ്ങളിരിക്കുന്ന കെട്ടിടവും ഉണ്ട്. അങ്ങനെ അവയർനെസ്സിനെ നിലനിർത്തിക്കൊണ്ട്, അത്രയും കാര്യങ്ങളെ അറിവിൽ നിലനിർത്തിക്കൊണ്ട്, ആ അറിവായി വിശ്രമിച്ചുകൊണ്ട് ശ്വാസം 3 തവണ എടുത്ത് വിടുക. നിങ്ങളുടെ അവയർനെസ് പൂർണ്ണമായും സ്റ്റേബിലൈസ് ആയതിനു ശേഷം പതിയെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക. നിങ്ങളുടെ ഇരിക്കുന്ന ബിൽഡിംഗ് എന്ത് തന്നെ ആയാലും അതിൽ നിന്നും പുറത്തേക്ക് എത്ര വാസ്റ്റ്നെസ്സിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും വാസ്റ്റ്നെസ്സിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ഈ അറിവ് നിങ്ങളുടെ മുറി കവിഞ്ഞ്, നിങ്ങളിരിക്കുന്ന കെട്ടിടം കഴിഞ്ഞ്, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ദൂരേക്ക് പോട്ടെ. എത്രത്തോളം ദൂരേക്ക് ആ അവയർനെസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുമോ, ആ അറിവിനെ കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രത്തോളം ദൂരേക്ക് കൊണ്ടുപോവുക. ചിലടക്ക് അത് 1 കിലോമീറ്റർ ആയിരിക്കാം, ചിലടക്ക് 10 കിലോമീറ്റർ ആയിരിക്കാം, ചിലടക്ക് ഈ ഭൂമിയെ തന്നെ ചുറ്റാൻ സാധിച്ചെന്നിരിക്കാം, ചിലടക്ക് ഭൂമിയും കഴിഞ്ഞ് പുറത്തേക്ക് ഈ ഒരു അറിവിനെ വികസിപ്പിക്കാൻ കഴിയും. എത്രത്തോളം പുറത്തേക്ക് ആ അറിവിനെ കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം പുറത്തേക്ക് ആ അറിവിനെ കൊണ്ടുപോവുക. ആ അറിവിങ്ങനെ വികസിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, അതിനൊരു നിർത്തലുണ്ടാവേണ്ട കാര്യമില്ല. പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അതും വികസിച്ചു കൊണ്ടേയിരിക്കട്ടെ. എത്രത്തോളം വാസ്റ്റ്നെസ്സിലേക്ക്, വിദൂരതയിലേക്ക്, സർവപ്രപഞ്ചത്തിലേക്ക് നിങ്ങൾക്ക് ആ അവയർനെസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രത്തോളം ദൂരത്തേക്ക് ആ അവയർനെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ എവിടെയാണോ അവിടെ ആ അവയർനെസ്സിനെ നിർത്തുക. എത്ര ദൂരം നിങ്ങൾ പോയി എന്നുള്ളതിലൊരു കാര്യവുമില്ല. 1 കിലോമീറ്ററിലേക്ക് പോയിട്ടുണ്ടാവാം, 100 കിലോമീറ്ററിലേക്ക് പോയിട്ടുണ്ടാവാം, ഭൂമിയും കടന്നു പോയിട്ടുണ്ടാവാം, പ്രപഞ്ചം മൊത്തം വ്യാപിച്ചിട്ടുണ്ടാവാം. എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കട്ടെ ഈ അവയർനെസ്, ഈ ശ്രദ്ധ, ഈ അറിവ്.
ഇത്രയും വ്യാപിച്ച് നിൽക്കുന്ന ഈ അറിവിൻ്റെ സെൻറ്റർ, ഉത്ഭവം, നിങ്ങളുടെ നെഞ്ചിൽ എവിടെയാണോ നിങ്ങൾ ആദ്യം ഇമാജിൻ ചെയ്തത് അവിടെയാണ് എന്ന് അറിയുക. നിങ്ങളുടെ അവയർനെസ്സിൻ്റെ ഇപ്പോൾ വ്യാപിച്ച് നിൽക്കുന്നതിൻ്റെ ഏറ്റവും അറ്റം എവിടെയാണോ അവിടെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗവും ഇപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുക. അത് ഫീൽ ചെയ്യുക, അതനുഭവിക്കുക. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് പ്രപഞ്ചം മൊത്തം വ്യാപിച്ച് നിൽക്കുന്ന അവയർനെസ്സിനെ അറിയുക. അതിൻ്റെ സെൻറ്ററിനെ കൃത്യമായും അറിയുക. ഈ അനുഭവത്തിലിരുന്നു കൊണ്ട് തന്നെ ശ്വാസം സാവധാനം എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുക. ശ്വാസം എടുക്കാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ അവയർനെസ് എത്രത്തോളം വാസ്റ്റായി നിൽക്കുന്നോ അവിടെ തന്നെ നിൽക്കട്ടെ. ഉത്ഭവം ഹൃദയമധ്യത്തിൽ എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ശരീരവും മുറിയും കെട്ടിടവും ഭൂമിയും പ്രപഞ്ചവും ഈ അറിവിലാണ് ഇപ്പോൾ വിശ്രമിക്കുന്നത്. അങ്ങനെ തന്നെ വിശ്രമിക്കട്ടെ. ഇനി സാവധാനം കണ്ണ് തുറന്നോളൂ. താങ്ക് യു.